8-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ആമൻ താൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞു 8-ാം വാക്യം വായിച്ചിട്ട് 8-ാം വാക്യം. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയൻ ഇതാണ്, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. അടിയൻ അയക്കണമേ എന്ന് പറഞ്ഞു. സമർപ്പണവുമുണ്ട്, അതോടൊപ്പം തന്നെ കമ്മീഷൻ അല്ലെങ്കിൽ നിയോഗമുണ്ട്. അപ്പോൾ ദൈവ സാന്നിധ്യം ദൈവ സാന്നിധ്യത്തിൽ നാം സമർപ്പിക്കപ്പെടുവാനിടയായിത്തീരും. ദൈവ സാന്നിധ്യത്തിൽ നാം കമ്മീഷൻ ചെയ്യുവാൻ അല്ലെങ്കിൽ നിയോഗിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. പല വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പല വിഷയങ്ങളുടെ ബന്ധത്തിൽ നാം ഭാരത്തോടായിരിക്കാം ദൈവാലയത്തിൽ കടന്നു പോകുന്നത്, പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ ഭാരത്തോടായിരിക്കാം. പല വിഷയങ്ങളിലും എനിക്കും നിങ്ങൾക്കൊരു നിയോഗം ലഭിക്കുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ യാഥാർത്ഥ്യമായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോഴും നാം ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പല വിഷയത്തിലും നിയോഗിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും, നമ്മെ ഗൈഡ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പോൾ ഈ 5 കാര്യങ്ങൾ പ്രിയമുള്ള ദൈവമക്കളെ നമ്മുടെ ആരാധനയിൽ നമുക്ക് അനുഭവിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. കേവലം 2 മണിക്കൂർ വന്ന് പാട്ടുപാടി ആരാധിച്ച് പ്രാർത്ഥിച്ച് മടങ്ങിപ്പോയി ഒന്നും സംഭവിക്കാതെ മടങ്ങിപ്പോകുന്നവരായിട്ടല്ല നമ്മുടെ ഓരോ ആരാധനയിലും ദൈവ രുചിച്ചറിഞ്ഞ് നമ്മുടെ കുറവുകൾ ദൈവത്തിന് പരിശുദ്ധാത്മാ വെളിപ്പെടുത്തുന്നു എങ്കിൽ അത് നാം ഏറ്റെടുത്ത ദൈവം അതിൽ നമുക്കൊരു വിടുതൽ നൽകുവാൻ ഇടയായിത്തീരും, നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ശുദ്ധീകരിക്കപ്പെട്ടവരായി ദൈവശബ്ദം കേട്ട് സമർപ്പിക്കപ്പെട്ടവരായി ഒരു പുതിയ നിയോഗത്തോടുകൂടെ നമുക്ക് മുന്നേറുന്നുവെങ്കിൽ നമ്മുടെ ഓരോ ആരാധനയും അനുഗ്രഹിക്കപ്പെട്ട വിടുതൽ പ്രാപിച്ച ആരാധനയായി മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. യെശയ്യാവിന്റെ ജീവിതത്തില് ഈ അനുഭവം തന്നെ മാറ്റിമറിച്ചതുപോലെ പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ആരാധന നമ്മുടെ ജീവിതത്തെ ഓരോ ദിവസവും മാറ്റിമറിക്കുവാൻ, പുതിയ അനുഭവത്തിലേക്ക്, പുതിയ തലത്തിലേക്ക് എന്നെ നിങ്ങളെ നയിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായി സഹായിക്കട്ടെ. സമയം തന്ന ദേവദാസനുള്ള നന്ദിയെ രേഖപ്പെടുത്തുന്നു. പ്രാർത്ഥനയിൽ ഓർക്കുക, കർത്താവ് നമ്മെ സഹായിക്കട്ടെ.